നടനും ബി.ജെ.പി. നേതാവുമായ ജി കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ പരാതി നൽകിയ 3 പേർ ഒളിവിലെന്ന് പോലീസ്. സാമ്പത്തിക തിരിമറി തെളിഞ്ഞതോടെ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ 3 വനിതാ ജീവനക്കാർ ഒളിവിൽ പോയി എന്നാണ് പോലീസ് പറയുന്നത്. മനീഷ് മഹിവാൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. മനീഷ്, ഈ കൃഷ്ണകുമാറിന്റെ ഈ മകളുടെ ദിയ കൃഷ്ണന്റെ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിലെ പരാതി നൽകിയ 3 പേർ ഒളിവിലാണ് എന്നാണോ പോലീസ് പറയുന്നത്? ഈ കേസ് വേണ്ട രീതിയിൽ അന്വേഷിക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു പരാതി തുടക്കത്തിൽ കൃഷ്ണകുമാറിനുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് സാഹചര്യം? പോലീസ് ഈ കേസിൽ നടത്തുന്ന അന്വേഷണം എവിടെ വരെ എത്തി? ജി.കെ, ആദ്യഘട്ടത്തിൽ കൃഷ്ണകുമാറിന് ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ ചില നീക്കങ്ങൾ അല്ലെങ്കിൽ പോലീസിൻ്റെ പെരുമാറ്റം ഈ അന്വേഷണത്തെ ഉള്ള സമീപനത്തോട് വലിയ വിമർശനമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ താൻ ആ ഒരു വിഷയത്തിൽ കുഴപ്പമില്ല, പോലീസിൻ്റെ അന്വേഷണം നേരായ രീതിയിലാണെന്നാണ് കൃഷ്ണകുമാറിൻ്റെ പ്രതികരണം. ഈ കേസ് അന്വേഷിക്കുന്നത് മ്യൂസിയം ഇൻസ്പെക്ടർ അടങ്ങുന്ന പ്രത്യേക പോലീസിൻ്റെ സംഘമാണ്. ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 3 ജീവനക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇടപാടുകളൊക്കെ തന്നെ പരിശോധിച്ചു. ഒപ്പം തന്നെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ബാങ്ക് ഇടപാടുകളും ആ ബാങ്കിൽ നേരിട്ടെത്തിയുള്ള പരിശോധനകളും ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും 66 ലക്ഷം രൂപ ഈ 3 ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയതായി പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ OBY എന്ന സ്ഥാപനത്തിൽ നിന്നും ഇവർ തിരിമറി നടത്തിയതായി പോലീസിന് മനസ്സിലായതോടെയാണ് കഴിഞ്ഞ ദിവസം ഇവരോട് നേരിട്ട് തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി ഹാജരാകാൻ, മൊഴി നൽകാൻ വേണ്ടി തിങ്കളാഴ്ച ഇവരോട് ആവശ്യപ്പെട്ടത്. പക്ഷേ തിങ്കളാഴ്ച ഇവരെത്തിയില്ല. ചൊവ്വാഴ്ച രാത്രി, അതായത് ഇന്നലെ രാത്രി ഇവരുടെ വീടുകളിൽ, വലിയ തുറയിലെ ഇവരുടെ വീടുകളിൽ അന്വേഷണ സംഘം നേരിട്ടെത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്താൻ എത്തിയെങ്കിലും ഇവരെ സ്ഥലത്തില്ല എന്നാണ് ബന്ധുക്കൾ അറിയിച്ചത്. 2 ദിവസമായി ഈ 3 പേരുടെയും ഈ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരാളുടെ ഭർത്താവിൻ്റെ കൂടി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർ ഒളിവിലാണ് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്താൽ മാത്രമേ ഇവർ ഏത് വിധത്തിൽ ഈ 66 ലക്ഷം രൂപ വിനിയോഗിച്ചു, എങ്ങനെ എടുത്തു എന്നറിയാൻ സാധിക്കുള്ളൂ. ഇവർ ATM മുഖേന പണം എടുത്തിട്ടില്ല, പക്ഷേ ബന്ധുക്കൾക്കടക്കം പണം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 66 ലക്ഷം രൂപ പൂർണ്ണമായും എങ്ങനെയൊക്കെ തന്നെ ട്രാൻസാക്ഷൻ നടത്തി എന്നുള്ള കാര്യം കണ്ടെത്താനായിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഈ 3 പേർക്കും ഉള്ള ബാങ്ക് അക്കൗണ്ടുകളുള്ള ബാങ്കിൽ നേരിട്ടെത്തി പരിശോധന നടത്തും. ഒപ്പം തന്നെ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നികുതി അടച്ചിട്ടുണ്ട്, GST അടക്കമുള്ള നികുതികൾ അടച്ചിട്ടുണ്ടെന്ന് അറിയാൻ ഓഡിറ്ററെ മുഖേനയുള്ള പരിശോധന നടത്തും. അതിൻ്റെ തെളിവുകളും അതിൻ്റെ രേഖകളൊക്കെ തന്നെ പോലീസ് തേടുന്നുണ്ട്. കേസിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കൃഷ്ണകുമാറിന് പിന്നാലെ ഈ 3 പ്രതികൾ കൂടി തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇവരുടെ അഭിഭാഷകൻ പറയുന്നത് ഈ ഒരു വർഷത്തിനിടെ, അതായത് 11 മാസത്തിനിടെ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുള്ളത് 27 ലക്ഷം രൂപ മാത്രമാണ്. പോലീസ് പറയുന്നത് പോലെ 66 ലക്ഷം രൂപയില്ല. ഈ 27 ലക്ഷം രൂപയിൽ 2 ലക്ഷം രൂപ ഒഴികെയുള്ള പണം മുഴുവൻ ഇവർക്ക് ദിയ കൃഷ്ണയ്ക്ക് തിരികെ നൽകിയിട്ടുണ്ട്. നിലവിലുള്ള 2 ലക്ഷം ഇവരുടെ ശമ്പളത്തിൻ്റെ പൈസയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് കോടതിയിൽ നിലനിൽക്കില്ല. ഒപ്പം തന്നെ 1 വർഷക്കാലത്തോളമായി ഓഡിറ്ററോ വരവ് ചെലവ് കണക്കുകളോ ഒന്നും, ഓഡിറ്റിങ്ങോ മറ്റു കാര്യങ്ങളോ ഈ സ്ഥാപനത്തിനില്ല. അതുകൊണ്ട് തന്നെ പരാതി വ്യാജമാണെന്നുള്ള മറുവാദമാണ് ഈ ജീവനക്കാരുടെ അഭിഭാഷകൻ ഉയർത്തുന്നത്. പോലീസിനെ സംബന്ധിച്ച് ഈ കേസിൽ ഏറ്റവും നിർണായകം ഈ പ്രതികളെ പിടികൂടുക, കസ്റ്റഡിയിലെടുക്കുക എന്നുള്ള കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ജീവനക്കാർ നിലവിൽ ദിയ കൃഷ്ണയ്ക്കും അല്ലെങ്കിൽ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ നൽകിയ പരാതി അതൊരു കൗണ്ടർ കേസായി മാത്രം പരിഗണിച്ചാൽ മതി. കാരണം ഇവർ നൽകിയിട്ടുള്ള പരാതിക്ക് അടിസ്ഥാനമില്ല. ഇവർ തട്ടിക്കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നാണ് ഇവരുടെ പരാതി. പക്ഷേ അങ്ങനെയല്ല. ഇവർ സ്വമേധയാ ഇവരുടെ ഇഷ്ടപ്രകാരം വാഹനത്തിൽ ഇവർ കയറി വരുന്നതും ഒരു ജീവനക്കാർ സ്വന്തം സ്കൂട്ടറിൽ വരുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരുടെ പരാതി വ്യാജമാണെന്നും അത് കൗണ്ടർ കേസായി മാത്രം പരിഗണിച്ചാൽ മതി എന്നാണ് നിലവിലെ അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഇന്നോ നാളെയോ തന്നെ പ്രതികളെ പിടികൂടാനുള്ള സാധ്യതയുണ്ട്. മറ്റന്നാൾ വെള്ളിയാഴ്ചയാണ് ഈ കൃഷ്ണകുമാറിൻ്റെ ഒപ്പം തന്നെ വനിതാ ജീവനക്കാരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. മനീഷ് മഹിബാൽ ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് ഉള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇതിൽ പരാതി ഉന്നയിച്ച 3 പേർ ഇപ്പോൾ ഒളിവിലായിരിക്കുന്നു എന്നതാണ് ഈ കേസിൽ ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത്. പോലീസ് ഇവരെ അന്വേഷിച്ചിരുന്നപ്പോൾ സ്ഥലത്തില്ല എന്നാണ് ബന്ധുക്കൾ നൽകിയിരിക്കുന്ന മറുപടി. ഈ കേസിലുള്ള തുടരന്വേഷണം പുരോഗമിക്കുന്നു എന്നതാണ് മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് നിന്നും നമ്മളെ അറിയിക്കുന്നത്.